ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ പേര് നാരായൺ പോറ്റി എന്നാണ്. ഞാനൊരു എഞ്ചിനീയറാണ്. അതുകൂടാതെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, വെൽനസ് കൺസൾട്ടൻ്റാണ്. ഈയിടെ ഏത് ക്ലാസ്സിന് പോയാലും ഞാൻ മിക്കവാറും കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഏത് ക്ലാസ്സിന് പോയാലും അധികം ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ആരോഗ്യത്തെക്കുറിച്ചാണ്. ആളുകൾ വറി ചെയ്യുന്നത് ആരോഗ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊവാക്റ്റീവ് ഹെൽത്ത്, അതായത് അസുഖം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ചെയ്യുന്നതാണ് പ്രൊവാക്റ്റീവ് ഹെൽത്ത്, അസുഖം വരാതിരിക്കാനുള്ള വഴി. രണ്ടാമത്, റിയാക്റ്റീവ് ഹെൽത്ത്. ഒരു അസുഖം വന്നു, നമ്മൾ ഡോക്ടറെ പോയി കാണുന്നു, മരുന്ന് മേടിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നതനുസരിക്കുന്നു, അസുഖം മാറ്റുന്നു, റിയാക്റ്റീവ് ഹെൽത്ത് എന്ന് പറയും. മൂന്നാമത്തേതാണ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖമൊന്നും മാറില്ല, പിന്നെ വേദനയൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഈ റിട്ടയർഡ് ഹാൻഡ്സ് ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്ന റിട്ടയർഡ് ഹാൻഡ്സ് അങ്ങനെയുള്ള ഫാമിലി സർക്കിൾസാണ്. ഞാൻ അവരോട് ഏറ്റവും കൂടുതൽ പറയുന്നത് ഫോക്കസ് ഓൺ പ്രൊവാക്റ്റീവ് ഹെൽത്ത്, അസുഖം വരാതിരിക്കാനുള്ള വഴികൾ. അതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് 4 പില്ലേഴ്സ് ഓഫ് ഒപ്റ്റിമൽ ഹെൽത്ത് എന്നൊരു പ്രോഗ്രാമാണ്. അതിൽ ഫസ്റ്റ് പില്ലർ ഈസ് റെഗുലർ എക്സസൈസ്. ഈ റെഗുലർ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സസൈസ് നല്ലതെന്നറിയാം. ഒരു അധികം വേണ്ട 30 to 40 മിനിറ്റ്സ് എക്സസൈസ് നല്ലതെന്ന് അറിയാമെങ്കിലും നമ്മൾ ചെയ്യില്ല. അതേസമയം നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണെങ്കിൽ വി വിൽ ഡു. സോ വി ഹാവ് ഫോംഡ് എ ഗ്രൂപ്പ് നോൺ ആസ് ട്രാൻസ്ഫോമർ 90. അതിൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു, ഓൺലൈനാണ്, ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാലത്ത് 5:50 തൊട്ട് 7:15 വരെയുള്ള ഒരു പ്രോഗ്രാമാണ്. റെഗുലർ എക്സസൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. സെക്കൻഡ് പില്ലറാണ് പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. എങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. LKG പഠിക്കുന്ന കൊച്ചു തൊട്ട് 90 വയസ്സുള്ള അപ്പൂപ്പൻ വരെ ടെൻഷനാണ്. അപ്പോൾ എങ്ങനെ ടെൻഷൻ ഒഴിവാക്കാം? ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ശരീരം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അത് മെഡിറ്റേഷൻ ആവാം, പ്രോപ്പർ ലേണിംഗ് ആവാം, കണ്ടിന്യൂസ് ലേണിംഗ് ആവാം. അതും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇൻ ട്രാൻസ്ഫോമർ 90. മൂന്നാമത്തെ പില്ലറാണ് പ്രോപ്പർ ന്യൂട്രീഷൻ. ഈ പ്രോപ്പർ ന്യൂട്രീഷൻ്റെ പ്രശ്നം വെച്ചാൽ ആക്ച്വലി 90% അസുഖങ്ങളുടെയും കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂട്രീഷണൽ ഗ്യാപ്പാണ്. നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻ ഉണ്ട്, പക്ഷേ ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടുന്നില്ല. ഞാൻ പറയുന്ന എക്സാമ്പിൾ, നമ്മൾ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു കാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പെട്രോളിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്, അല്ലെങ്കിൽ ഡീസലിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ നല്ല പമ്പ് നോക്കി ചെയ്യുള്ളൂ. അതേസമയം നമ്മുടെ അകത്തേക്ക് വിടുന്ന കാര്യങ്ങൾക്ക് വി ആർ നോട്ട് ബോധേഡ്, നമ്മൾ അതിനെപ്പറ്റി വറീഡല്ല. അപ്പോൾ എന്ത് പറഞ്ഞ മാതിരി പ്രോപ്പർ ന്യൂട്രീഷൻ, എന്തുകൊണ്ട് ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഉണ്ടാകുന്നു? പല ഡോക്ടർമാർ പറയും നല്ല ആഹാരം കഴിച്ചാമെന്ന് പറയും. പക്ഷെ ഞാൻ 100% ഉറപ്പ് പറയാം, ഇപ്പോഴത്തെ സോയിൽ ഡിപ്ലീറ്റഡ് ആണ്. അതായത് മണ്ണിൽ പ്രോപ്പർട്ടി ഒന്നുമില്ല. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത്, പിന്നെ ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതുകൂടാതെ ഫാം ടു ടേബിൾ. ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ വാങ്ങിക്കുന്നു കടയിൽ പോയിട്ട്, ആ ആപ്പിള് ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഈ നമ്മുടെ ടേബിളിൽ എത്തുമ്പോഴേക്കും എത്ര ദിവസം കഴിയുന്നു, എന്തെല്ലാം മരുന്നാകുമ്പോൾ പ്രയോഗിക്കുന്നു. ഫാം ടു ടേബിൾ ഡിസ്റ്റൻസ്, ടൈം. അപ്പോൾ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ആണ് മെയിൻ റൂട്ട് കോസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ ഡിസീസസ്. ആൻഡ് ഫോർത്ത് പില്ലറാണ് പ്രോപ്പർ റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ. അതിൽ ബാക്കി എല്ലാ പില്ലേഴ്സും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറാണ്. പക്ഷെ ന്യൂട്രീഷണൽ ഗ്യാപ്പിൻ്റെ കാര്യം ആളുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഇനി കാലഘട്ടത്തിൽ വി ഹാവ് ടു യൂസ് സപ്ലിമെൻറ്റ്സ്. നമ്മളെല്ലാം സപ്ലിമെൻ്റ് അല്ലേ. ഇപ്പോൾ ഒരു കുട്ടി മാത്സിന് മോശമാണ്, നമ്മൾ ട്യൂഷൻ കൊടുക്കുന്നു, ഇറ്റ്സ് സപ്ലിമെൻറ്റ്സ്. നമ്മളിപ്പോൾ പശുവിനും കോഴിക്കൊക്കെ തീറ്റ വാങ്ങിച്ചു കൊടുക്കുന്നു പുറമേ നിന്ന്, സപ്ലിമെൻ്റാണ്. മറ്റേ കലക്കി കൊടുക്കുന്നു കാൽഷ്യം, സപ്ലിമെൻ്റാണ്. അപ്പോൾ ഇനി സപ്ലിമെൻറ്റേഷൻ ഇല്ലാതെ നടക്കില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡ് പ്രോപ്പറായിരിക്കണം. മാക്സിമം നമ്മുടെ കൃഷി ചെയ്യുക, നമ്മുടെ പറമ്പിൽ ചെയ്യാവുന്നതാണ് കൃഷി ചെയ്യുക, അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ആഹാരങ്ങൾ മേടിക്കുക, കൂടാതെ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുക. ഇനി അത് കോസ്റ്റ്ലി ആണോ എന്ന് ചോദിക്കും.
നിങ്ങൾ ഒരു തവണ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന ബില്ല്, ആ ബില്ല് എമൗണ്ട് മതി ഒരു വർഷം നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ഓൺ യുവർ ഹെൽത്ത് എന്നുള്ള മാതിരി ചിന്തിക്കുക. പിന്നെ എന്തൊക്കെയാണ് പ്രോപ്പർ ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, വാട്ടർ വേണം, ഫൈറ്റോ ന്യൂട്രിയൻസ് വേണം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് ഡെയിലി ബേസിസ് കിട്ടണം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുണം കിട്ടും. ഇനി ഞാനൊരു 2-3 കേസ് സ്റ്റഡീസ് പറയാം. ഒരു കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 8 വർഷം മുമ്പ് ഞാനൊരു വെൽനസിൻ്റെ ക്ലാസ് നടത്തിയപ്പോൾ ഒരു വ്യക്തി, എൻ്റെ പേര് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, താജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു പയ്യനായിരുന്നു. ഹീ കെയിം ദെയർ. പുള്ളിയുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ഡോക്ടർ എഴുതി കൊടുത്തിട്ട് ഹി വാസ് കളക്ടിങ് മണി ഫോർ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അന്നത്തെ ക്ലാസ് എടുത്തിരുന്നത് ശക്തിധരൻ എന്ന് പറഞ്ഞിട്ട് പുല്ലൂരുള്ള ഒരു വെൽനസ് കൺസൾട്ടൻ്റാണ്. അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഈ പയ്യനോട് പറഞ്ഞു, നീ തൽക്കാലം അവിടെ നിൽക്ക്, നീ 3 മാസം ഞാൻ പറയുന്ന മാതിരി കറക്റ്റായിട്ട് ഞാൻ പറയുന്ന പ്രോഡക്റ്റ്സ് മേടിച്ച് ഉപയോഗിക്കും, ജീവിതശൈലി ഞാൻ പറയുന്ന മാതിരി 3 മാസത്തേക്ക് മാറ്റാം. പക്ഷെ ഡോക്ടർമാരോടൊന്നും പറയണ്ട, യു ജസ്റ്റ് ഡു ഇറ്റ്. അങ്ങനെ ഇവൻ സിസ്റ്റം അന്ന് പേടിച്ചിട്ടാണല്ലോ, കാരണം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക, 50 ലക്ഷം വേണം, അവനായിട്ടില്ല. അവൻ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചു. ഹി വുഡ് ഹാവ് സ്പെൻഡ് അറൗണ്ട് 15,000 റുപ്പീസ്, 15,000 രൂപ മുടക്കി കാണും ആദ്യം. ആദ്യത്തെ മാസം കഴിഞ്ഞ് രണ്ടാമത് ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയും 15,000 രൂപ മുടക്കി 1 മാസം കൂടി ചെയ്തു, സപ്ലിമെൻറ്റ്സ് ഉപയോഗിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടില്ല. ഹി വുഡ് ഹാവ് യൂസ് ദ പ്രോഡക്ട്സ് ഫോർ 1 or 2 years. ഇത്തവണ എന്നെ വന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, പ്രോഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം, ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് നമ്മുടെ അസുഖം ഓക്കെ ആണെന്ന് വെച്ചാൽ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇതാണ് താജുദ്ദീൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ കഥ. വേറൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അത് പുനലൂർ ഉള്ള പേഷ്യൻ്റാണ്. അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ യൂണിയൻ്റെ സെക്രട്ടറിയോ ലീഡറായിരുന്നു. അദ്ദേഹം ക്യാൻസർ വന്നിട്ട് നമ്മുടെ RCCയിൽ അഡ്മിറ്റ് ചെയ്തു. ഈ ശക്തിധരനായിട്ട് നേരിട്ട് പരിചയമുള്ള ആളായതുകൊണ്ട് ശക്തിധരൻ പറഞ്ഞു, ഞാൻ പറയുന്ന പ്രോഡക്റ്റ്സ് കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിയില്ല, നിങ്ങൾക്ക് 6 മാസം കൊണ്ട് തന്നെ രണ്ടാമത് ജോലി പ്രവേശിക്കാം, നിങ്ങൾക്ക് മരണം സംഭവിക്കില്ല. ഡോക്ടർമാരോടൊന്നും സംസാരിക്കേണ്ട, നിങ്ങൾ കഴിച്ചത് ഫുഡിന് പകരമാണെന്ന് പറഞ്ഞു. എന്തായാലും ഈ പേഷ്യൻ്റ് ഇങ്ങനെ അത്രയ്ക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ഈ സ്റ്റാർട്ടഡ് യൂസിങ് ദ പ്രോഡക്റ്റ്. പക്ഷേ ഇദ്ദേഹം ഡോക്ടറോട് ചോദിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിന് ആദ്യം ഇങ്ങനെ ചോദിച്ച ഡോക്ടർ പറഞ്ഞു, പ്രോഡക്റ്റ്സ് എല്ലാം സൂപ്പറാണ്, നമ്പർ 1 ആണ്, ന്യൂട്രലൈറ്റ് പ്രോഡക്റ്റ്സ് ആണ്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ നിർത്തിയില്ല, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് പിന്നെ പുള്ളി വേറൊരു ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇതൊന്നും ആവശ്യമില്ല, ആഹാരം കഴിച്ചാണെന്ന് പറഞ്ഞു. ഈ ആഹാരം കഴിച്ച ഒരു അസുഖമുള്ള ആൾക്ക് ബോഡി അബ്സോർവ് ചെയ്യില്ല, ബോഡിയിൽ അസിമിലേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഏതായാലും ഇപ്പോൾ ഒരു 10 വർഷമായി ഹീ സ്റ്റിൽ അലൈവ്. അദ്ദേഹത്തിൻ്റെ കൂടെ ക്യാൻസർ വന്നവരെല്ലാം മരിച്ചു, ഇദ്ദേഹം ഇപ്പോഴും ആക്റ്റീവായിട്ട് ഉണ്ട്, റിട്ടയർ ചെയ്തു. മൂന്നാമതൊരു ഇൻസിഡൻസ് ഈയിടെ സംഭവിച്ചതാണ്. അതെനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഒരു പേഷ്യൻ്റ് 40-40 വയസ്സേ ഉള്ളൂ, അങ്ങേക്ക് 5 വർഷമായിട്ട് പല അസുഖങ്ങൾ ബാധിച്ച് അവസാനം കിടപ്പിലായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആക്സിഡൻ്റലി ഈ ശക്തിധരൻ്റെ ഒരു ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ചോദിച്ചു, ഇങ്ങനെ ഒരു ആളുണ്ട്, എൻ്റെ സെയിം പ്രായമാണ്, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്, അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ശക്തിധരൻ പറഞ്ഞു, ഒരു 3 മാസം അച്ചടക്കമായിട്ട് ഞാൻ പറയുന്ന പ്രോഡക്റ്റ്സ് കഴിക്കാമെന്നുണ്ടെങ്കിൽ ശരിയാവുമെന്ന് പറഞ്ഞു. ഏതായാലും കഴിഞ്ഞ ദിവസം എനിക്ക് ഓഡിയോ മെസ്സേജും വീഡിയോ മെസ്സേജും വന്നു. 2 മാസമേ ആയുള്ളൂ ഹീ സ്റ്റാർട്ടഡ് വാക്കിംഗ്. കിടന്നിരുന്നാണ് മറ്റേ വാക്കിംഗ് സ്റ്റിക്കല്ല, മറ്റേ വാക്കർ ഉപയോഗിച്ച് നടന്നു തുടങ്ങി. അതിൻ്റെ വീഡിയോ അയച്ചു തന്നുണ്ട്. സർപ്രൈസിങ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് പ്രാക്ടിക്കലാണ്. വേറൊരു കേസുള്ളൊരു ഇൻഡസ്ട്രിയലിസ്റ്റാണ്, ഒരു ലേഡിയാണ്. അവരുടെ ഹസ്ബൻഡ്, അവർക്ക് വളരെയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ലേഡിക്ക്. ആ ഹെൽത്ത് ഇഷ്യൂസ് കംപ്ലീറ്റ് മാറിയെന്ന് മാത്രമല്ല, ഈ ഹസ്ബൻഡ് ഈ കോളർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, കഴുത്ത് വയ്യാതെ. അദ്ദേഹവും കംപ്ലീറ്റ് ആയിട്ട് അതിന് മാറി.
അവരുടെ ബിസിനസ് ഇപ്പോൾ മില്യനറാണ്, ബിസിനസ് ഭംഗിയായിട്ട് നടത്തുന്നത്. എന്നാൽ ഞാൻ പലരുടെയും പേര് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടെങ്കിലും ദയവായിട്ട് പ്രൊആക്റ്റീവ് സ്റ്റെപ്പിലേക്ക് നോക്കുക. എക്സിസ്റ്റിംഗ് മെഡിസിൻസോ മരുന്നും നിർത്തണ്ട. ഈ പ്രോഡക്റ്റ് കഴിച്ചു തുടങ്ങി സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്ന് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ സ്ലോലി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ കേസ് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അന്ന് ഡോക്ടറിനോട് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഗുളികകൾ ഡോക്ടറുടെ പെർമിഷനോട് കൂടി ഓരോ മാസവും ഞാൻ ചെക്കപ്പ് ചെയ്യും. അപ്പോൾ 120/80 നോർമലായി എന്ന് പറഞ്ഞിട്ട് അവസാനം ഡോക്ടർ തന്നെ പറഞ്ഞ് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. ഐ കുഡ് റെഡ്യൂസ് മൈ വെയ്റ്റ് ബൈ 15 kgs, ചേഞ്ച് മൈ ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ ഐ എം ഫീലിംഗ് വെരി കംഫർട്ടബിൾ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് നമ്മുടെ എൻ്റെയോ ശക്തിധരൻ്റെയോ ഒക്കെ കൺസൾട്ടൻസി വെച്ചിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാം. സോ 90 days ട്രാൻസ്ഫോമർ 90 days ചെക്ക് ചെയ്യുക. ഈ വർഷം തൊട്ട് നിങ്ങളുടെ ആരോഗ്യം നമ്പർ 1 ആയിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമുക്കാണ്, വേറെ ആർക്കുമല്ല. എൻ്റെ ഫോൺ നമ്പർ 9349146805. Once more, wish you all the best. Have a wonderful day, wonderful time. Thank you.